അങ്ങനെ റെജി ലൂക്കോസ് CPMൻ്റെ സഹയാത്രികനായിരുന്നു, ഇടതുപക്ഷ നിരീക്ഷകനായിരുന്നു, പൊതുനിരീക്ഷകനായി പല തരത്തിൽ CPMന് വേണ്ടി ചാനലുകളിൽ വന്ന് വലിയ ബഹളമുണ്ടാക്കിയിരുന്ന റെജി ലൂക്കോസ് ഒരു ദിവസം രാത്രി കിടന്നുറങ്ങിയപ്പോൾ നരേന്ദ്രമോദിയെ സ്വപ്നം കണ്ടു. അങ്ങനെ രാവിലെ ആയപ്പോൾ എണീച്ച് നേരെ BJP ഓഫീസിൽ ചെന്നു. അദ്ദേഹം എന്തിൽ ചേർന്നു? BJP ചേർന്നു. അപ്പോൾ പലരും പറഞ്ഞു അദ്ദേഹത്തിനെ കടുത്തുരുത്തിയിൽ സ്ഥാനാർത്ഥിയാക്കുമെന്ന് പറഞ്ഞു. ഇനി സ്ഥാനാർത്ഥിയാക്കുമെന്ന് അറിയില്ല, കാരണം ഇനിയിപ്പോൾ വരാൻ കിടക്കുന്നേ ഉള്ളൂ ഇലക്ഷൻ. എന്തായാലും അതിനിടയിൽ സംഭവിച്ച ഒരു കാര്യം, BJPയുടെ സംസ്ഥാന വക്താവായി, സന്ദീപ് വാര്യരൊക്കെ നേരത്തെ വക്താവായിട്ടൊക്കെ ഉണ്ടായിരുന്നതാണ്, ഇപ്പോൾ BJPയുടെ സംസ്ഥാന വക്താവായി റെജി ലൂക്കോസിനെ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ നിയമിച്ചിരിക്കുകയാണ്. ഇടത് സഹയാത്രികനായിരുന്ന റെജി അടുത്ത കാലത്താണ് ഈ റെജി ലൂക്കോസ് BJPയിൽ ചേർന്നത്. അതുപോലെ തന്നെ ഇടുക്കി നോർത്ത് ജില്ലാ പ്രസിഡന്റായി ശ്രീവിദ്യ രാജേഷിനെയും അതുപോലെ തന്നെ VN സുരേഷ്, ശശി ചാലക്കൽ, സുമേഷ് മൂന്നാർ എന്നിവരെ ജനറൽ സെക്രട്ടറിമാരായിട്ടും ജില്ലാ പ്രസിഡന്റായിരുന്ന PP സാനുവിനെ BJP സംസ്ഥാന കമ്മിറ്റിയിലേക്കും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വരുന്നവർക്കെല്ലാം നല്ല പൊസിഷൻസ് കൊടുത്ത് തന്നെയാണ് പോകുന്നത്. BJP ദേശീയ നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്ന വികസന കാഴ്ചപ്പാട് ഈ രാജ്യത്തെ വലിയ വികസനത്തിലേക്കാണ് കൊണ്ടുപോകുന്ന നരേന്ദ്രമോദി. അതുകൊണ്ട് ഞാൻ BJPയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാണ് അദ്ദേഹം CPIയുടെ കേരളത്തിലെ വർഗീയ വിഭജനത്തിനെതിരെയും വർഗീയ വാദത്തിനെതിരെയും വെള്ളാപ്പള്ളിയെയും സുകുമാരൻ നായരെയുമൊക്കെ തോളിൽ കൈയിടുന്നതിനെതിരെ ഒക്കെ വളരെ ശക്തമായ നിലപാടെടുത്തുകൊണ്ടാണ് നമ്മുടെ റെജി ലൂക്കോസ് ഇപ്പോൾ BJPയിലേക്ക് ചേർന്നിരിക്കുന്നത്. അവിടെ ചെന്നപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് വലിയ ഒരു സ്ഥാനമാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ CPM നടത്തുന്ന വർഗീയ അജണ്ടകം ആശയവ്യതിയാനവും ഒക്കെ തന്നെ ദുഃഖിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടാണ് നേരെ റെജി ലൂക്കോസ് BJPയിലേക്ക് ചേർന്നത്. അവിടെ അദ്ദേഹം അതിൻ്റെ വക്താവായിട്ട് വരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ചാനൽ ചർച്ചകളിൽ വളരെ സജീവമായി BJPക്ക് വേണ്ടി വാദിക്കുന്ന ആളായിട്ട് കാണാം. നല്ല രസകരമായിരിക്കും. കഴിഞ്ഞ കുറച്ചു കാലം BJPക്കെതിരെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും ഇനി BJPക്ക് അനുകൂലമായി പറയുന്ന കാര്യങ്ങളിൽ ട്രോളാക്കുന്നതിൻ്റെ ഒരു കാഴ്ചയായിരിക്കും, പൂരമായിരിക്കും സോഷ്യൽ മീഡിയ കാണുക. പക്ഷേ അദ്ദേഹം വളരെ ശക്തമായിട്ട് തന്നെ നിൽക്കുന്നിടത്ത് നല്ല വെടിപ്പോടെ നിൽക്കും എന്നുള്ള ഒരു ഗുണമുണ്ട്. അതുകൊണ്ട് CPMൽ നിന്നപ്പോഴും അതിന് ശക്തമായി വാദിച്ചിരുന്നു. അദ്ദേഹം അമേരിക്കയിലായിരുന്നു ദീർഘകാലം, പത്രപ്രവർത്തന രംഗത്ത് കുറച്ചു കാലം ഉണ്ടായിരുന്നു. അമേരിക്കൻ മുതലാളിമാരെന്ന് പറയില്ല, കോർപ്പറേറ്റുകളിലുള്ള പല ആളുകളെ, ബിസിനസ്സുകാരെയും കേരളത്തിൽ കൊണ്ടുവന്ന് കേരളത്തിന് പുതിയ പ്രോജക്റ്റ് ഉണ്ടാക്കി കൊടുക്കുന്നതിൽ പ്രളയകാലത്ത് വലിയ പങ്ക് വഹിച്ചതാണ്. അത് വലിയ വിവാദമൊക്കെ ആയതാണ്. പക്ഷേ എന്തായാലും അദ്ദേഹം റെജി ലൂക്കോസ് കോട്ടയത്തുകാരനാണ്. അദ്ദേഹം കടുത്തുരുത്തിയിൽ മത്സരിക്കുന്നില്ല, പകരം BJPയുടെ വക്താവായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ചാനൽ ചർച്ചകളിൽ റെജി ലൂക്കോസ് വേഴ്സസ് സന്ദീപ് വാര്യർ വേഴ്സസ് നമുക്ക് ലിജു, അല്ലെ കോൺഗ്രസിൻ്റെ ലിജു, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാം.